ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചുമ്മാ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നാലോ എന്ന് വിചാരിച്ച് റെഡി ആയതാണ് കേട്ടോ. കുറേ ദിവസമായല്ലോ വീട്ടിൽ തന്നെയായിട്ടിരിക്കുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ എനിക്ക് മീറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ ബസ്സൊക്കെ കയറി അവളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ മേടിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളുടെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരിക്കും കേട്ടോ. ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആൾ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങിയേക്കുന്നത്. ഞങ്ങൾ 2-3 മാസമൊക്കെ കൂടുമ്പോൾ ഒരു വട്ടമാണ് മീറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടാവും. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് കേട്ടോ അവൾ. എൻ്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലൊക്കെ എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരാളും കൂടിയാണ്. അങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, അവളുടെ ലൈഫിലുണ്ടാകുന്ന ഉയർച്ചകളേക്കാൾ കൂടുതൽ അവൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ലൈഫിൽ എനിക്കുണ്ടാകുന്ന ഗ്രോത്തിനെ കുറിച്ചിട്ടാണ്. അങ്ങനെയുള്ളൊരു ഫ്രണ്ടിനെ കിട്ടുക എന്നുള്ളത് അത്രയും ചെറിയൊരു കാര്യമല്ല അല്ലേ. അതെല്ലാം പോട്ടെ, ഞാനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പുട്ട് ഐസ്ക്രീമാണ് കേട്ടോ. ഞാൻ പണ്ടൊരിക്കൽ പുട്ട് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നെന്തോ എനിക്ക് തണുത്തതായിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇന്ന് പുട്ട് ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരതൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കി തന്നു. ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് കേട്ടോ. എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഒട്ടും ഇഷ്ടമല്ല. എന്നാൽ അവൾക്കാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് താനും. അങ്ങനെ ഞാൻ ജസ്റ്റ് അതൊന്നും ട്രൈ ചെയ്ത് നോക്കി. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ പകുതി എത്തിയപ്പോഴേക്കും എനിക്ക് എൻ്റെ വായൊക്കെ മരവിച്ച് പോയ പോലെയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും ഞാൻ സായിക്കുട്ടിന് വേണ്ടി ബുക്സൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് അതിലെ പടങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ ആൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ.